ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്കും ഉണ്ട് ഇങ്ങനെ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് തല പൊക്കി നോക്കും. അങ്ങനെ സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു സുഖമില്ലാത്ത ഒരു ദിവസത്തെ ഒരു വീഡിയോ ഇടണോ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു കേട്ടോ. പക്ഷേ അവസാനം ഇടാമെന്ന് തന്നെ തീരുമാനിച്ചു. അതിന് കാരണം ഞാൻ വഴിയെ പറയാം. ഇന്നിപ്പം സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് രാവിലെ ഒന്നും എണീറ്റില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കുവിനെ വിളിക്കാൻ പോയി. അവൾ എണീറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ ചിക്കുവിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നാണെങ്കിൽ ക്ലാസ്സും ഇല്ല. പിന്നെ എനിക്ക് സുഖമില്ലാതിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ അവൾ വേഗം തന്നെ എണീക്കാറുണ്ട്. അപ്പം ഞാൻ കുത്തിപ്പൊക്കിയാൽ തന്നെ എണീക്കുള്ളൂ, അത് വേറെ കാര്യം. ഇപ്പോൾ നാട്ടിലൊക്കെ പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയ്യാണ്ടായത്. പലരും ചോദിക്കാറുണ്ട് എപ്പോഴും എന്താണ് അസുഖം എന്ന്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ വന്ന് പോകും. ശരീരത്തിലുള്ള ഏത് ജോയിൻറ്റ് വേണമെങ്കിലും ഇൻഫെക്റ്റഡ് ആവാം. ആ സമയത്ത് ഭയങ്കര പെയിനാണ്. ഇപ്രാവശ്യം എനിക്ക് വലത്തെ കൈക്കാണ് വന്നത്. ആ സമയത്ത് എനിക്ക് കൈ അനക്കാനായിട്ട് പറ്റില്ല. മുമ്പത്തെ അത്രയും സിവിയറായിട്ട് ഇപ്പോൾ വരാറില്ല. എന്നാൽ ചില പ്രാവശ്യം വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ വരാറുണ്ട്. എപ്പോഴൊന്നുമില്ല, ചില സമയത്ത് മാത്രം. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ സാധാരണ പോലെ നോർമലായിരിക്കും, എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നെ കാണുന്നവർക്കും തോന്നില്ല, എനിക്കും തോന്നാറില്ല എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇടയ്ക്ക് വരാറുണ്ടെന്ന്. ഞാൻ തന്നെ മറന്നു പോകാറുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നങ്ങ് പോകും. ഇപ്പം ഇങ്ങനെ സുഖമില്ലാത്ത ദിവസമൊക്കെ ചിക്കുവാണ് എനിക്ക് മുടി ചീകി കെട്ടിത്തരുകയൊക്കെ ചെയ്യുക. ചിക്കു ഹോസ്റ്റലിലാണെങ്കിൽ സൈത്തേട്ടനാണ് കെട്ടിത്തരിക. അപ്പോൾ ഇന്ന് ചിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കട്ടെ. ചിക്കുവിൻ്റെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം. ബ്രെഡും ലിസോ ഹേസൽനട്ട് കൊക്കോസ് ബ്രെഡുമാണ്. ഇതാണ് ചിക്കുവിൻ്റെ ഫേവററ്റ് ഐറ്റം. പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ചിക്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ഇതിപ്പം സ്പ്രെഡ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ, നല്ല സിൽക്കി ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാനും കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ചിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് ബ്രെഡിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും എന്ന് പറയും. ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു മുമ്പ് ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പ്രെഡ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് സ്പ്രെഡിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഇഷ്ടം വാനില ഹേസൽനട്ട് സ്പ്രെഡ് ആട്ടോ. അതാണ് എനിക്ക് എടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്പ്രെഡ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാ ചിക്കുവിൻ്റെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചിക്കു ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനിയിപ്പം ലഞ്ച് ഉണ്ടാക്കണം. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് കൈമ റൈസാണ് എടുക്കുന്നത്. കൈമ റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബസുമതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ അങ്ങ് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും റൈസ് നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. അതിലേക്ക് ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ഏലക്ക, ഒരു 2 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 നുള്ള് പെരിഞ്ചീരകം അതും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 സവാള നൈസായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1ഓ 2ഓ പച്ചമുളകായാലും കുഴപ്പമില്ല, എരിവിനനുസരിച്ച്. അധികമായി പോകണ്ട, കാരണം റൈസിൽ എരിവ് അധികമായി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കറി പോലെയല്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സുഖമില്ലാതിരിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു കേട്ടോ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്തും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ സുഖമില്ലാത്ത സമയത്ത് ചെയ്യുന്നത്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെയുണ്ട്, പല അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ അവർക്ക് അറിയാനൊരാഗ്രഹം, ഞാൻ എങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ തള്ളി നീക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തള്ളി നീക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ ദിവസങ്ങളും മുമ്പൊന്നും ഞാൻ അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ദൈവം നമ്മളെ ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടി തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് എന്നാൽ നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും വിഷമമൊന്നും വിചാരിക്കരുത്. അപ്പോൾ അതിനിടയ്ക്ക് അരി ഒന്ന് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റും കുറച്ച് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്താലും മതി. ചിക്കുവിന് എന്നെ കഴിഞ്ഞും എളുപ്പപ്പണിയുടെ ഒരാളാണ്, അതുകൊണ്ട് എന്ത് എളുപ്പപ്പണിയുണ്ടോ അത് നോക്കി നടക്കും. അതുകൊണ്ടാണ് ജിഞ്ചർ പേസ്റ്റ് ഇവിടെ റെഡിമെയ്ഡ് ഉണ്ടായിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള അങ്ങ് ഒരുപാട് മുരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി.
അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, അപ്പോൾ ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിപ്പോൾ ഒന്നും ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, ചിക്കുവാണ്. ഞാൻ അടുത്തു നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയാണ് ചേർക്കുന്നത്. സവാളയുടെ ഇരട്ടി തക്കാളി എടുത്താൽ മതി. ഇപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാകും. അത് നമ്മൾ മുറിച്ച് വെക്കുമ്പം സവാളയുടെ ഇരട്ടി ഉണ്ടായിരുന്നാൽ മതി. കാരണം തക്കാളി അധികമായിപ്പോയാൽ റൈസിനൊരു മധുരമൊക്കെ വരും, കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതൊരു സാധാരണ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് തീ കുറച്ചിട്ടിരുന്ന് അവിടെ ഇരുന്ന് അങ്ങ് നന്നായിട്ടങ്ങ് കുക്കായിക്കോളും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതിപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് എണ്ണയിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്ന പോലെ തോന്നും നമ്മളെ തക്കാളിയൊക്കെ. അപ്പോൾ ആ ഒരു പരുവം വരെ ആവണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നിർബന്ധമില്ല, 1.25 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഈ വെള്ളം ഒന്ന് തൊട്ട് നാക്കിൽ വെച്ച് നോക്കുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ നമുക്ക് ആ ചോറിലേക്ക് കറക്റ്റായിട്ട് അളവിൽ ഉപ്പ് കിട്ടുള്ളൂ. കറിയിലുള്ള ഉപ്പല്ല വേണ്ടത്, അതിന് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും ചോറിൽ ഉപ്പിൻ്റെ അളവ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുള്ള അരിയാണ്. ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ ഉണ്ടായിരുന്നാൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിലിന് ഓഫാക്കാം. അതിൻ്റെ ആ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ആ സമയത്ത് ചിക്കു ഇവിടെ ചമ്മന്തി അരയ്ക്കുകയാണ്. പുതിന ചട്നിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ തന്നെ ചേർക്കണം കേട്ടോ, അതിൻ്റെ ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നാരങ്ങ നീരിന് വേറൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയ്ക്ക് പകരം മല്ലിയില ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പുറത്ത് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു മീൻ. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്യാൻ ചിക്കു വെച്ചതാണ്. അപ്പം കറക്റ്റായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇളക്കുന്ന സമയത്ത് അങ്ങ് കുത്തി അങ്ങ് ഇളക്കാതെ ശ്രദ്ധിച്ചാൽ മതി. ചെറുതായിട്ട് ലൈറ്റായിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡേറ്റ്സ് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഡേറ്റ്സിന് പകരം കിസ്മിസ് ആയാലും മതി. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഓരോ അരിക്കും വേവ് വ്യത്യാസമായിരിക്കുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ സമയത്ത് ചില അരി ഇപ്പം നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങ് മിക്സ് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഈ അരി എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ആകാം, കുറച്ചും കൂടെ സോഫ്റ്റ് ആകാം എന്നുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ആ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് അവിടെ അങ്ങ് വെച്ചിരുന്നാൽ മതി. കുറച്ച് സമയം ഒന്ന് വെച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. അടച്ച് വയ്ക്കുമ്പോൾ തീയൊന്നും കത്തിക്കണ്ട കേട്ടോ, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ആ ഒരു ചൂടിന്, ആ ഒരു പ്രഷർ കുക്കറിൻ്റെ ആ ഒരു ചൂടിന് അവിടെ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കണ്ട് തുറന്ന് നോക്കിയപ്പം കറക്റ്റായിട്ടുണ്ട്. ഇല്ലേ നേരത്തെ തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ചില അരിക്ക് അങ്ങനെ ഓരോ അരിക്കും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അരിയൊക്കെ നല്ല വേറെ വേറെ വിട്ട് കിടപ്പുണ്ട്. ഇനി ലഞ്ച് കഴിക്കണം. അപ്പോൾ അതിന് മുമ്പേ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു ചിക്കുവിന്. കാരണം എൻ്റെ നഖം വെട്ടിത്തട്ടെ, കാരണം ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രെഡ് രാവിലെ കുഴപ്പമില്ല, പക്ഷേ ഇനി റൈസ് കഴിക്കുമ്പം കയ്യിൽ നഖമുണ്ട്. അപ്പോൾ ആ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നഖം വെട്ടിത്തരാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല റെസിപ്പികൾ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കേക്ക് റെസിപ്പികളാണ് പലരും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എപ്പോഴും അങ്ങനെ ഒരുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചില റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കി നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനും തോന്നാറില്ല. അങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് റെസിപ്പീസും ഉണ്ട്. അപ്പോൾ ചിക്കു എല്ലാ ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിലേ നമ്മളിങ്ങനെ അയ്യോ എനിക്ക് വയ്യായേ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊടുക്കുകയേ ചെയ്യരുത്. നമ്മൾ നമ്മുടെ മനസ്സിനെ പറ്റിക്കണം. നമ്മൾ എത്ര വയ്യായെങ്കിലും ഇനിയിപ്പം നല്ല വേദനയാണെങ്കിലും കിടപ്പാണെങ്കിൽ പോലും ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വയ്യ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ വയ്യായികയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അതേസമയത്ത് ഐ എം ഓക്കെ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ, ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയുന്നതല്ല. കാരണം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കിടപ്പിൽ ആയിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്തിരുന്ന അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഫാർ ബെറ്ററായി. ഇനി പൂർണ്ണമായിട്ട് ഞാൻ ആരോഗ്യവതിയായ ഒരു നോർമൽ ലൈഫ് എനിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതല്ലേ എല്ലാം എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. ഒരാളുടെ ഒരു കഥയല്ല, നടന്ന സംഭവമാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു ഇൻ്റർവ്യൂവിൽ അവർ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു നർത്തകി, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നർത്തകിയാണ്. അവർ ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ നടത്തിപ്പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് വയ്യാതായി, ഹോസ്പിറ്റലൈസ്ഡായി. നോക്കിയപ്പോൾ അവർക്ക് ക്യാൻസർ ആയിരുന്നു. വല്ലാതെ ഷോക്കായി. കാരണം അവർ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. അവർക്ക് കീമോ സ്റ്റാർട്ട് ചെയ്തു, മുടി കൊഴിഞ്ഞു, അവരുടെ രൂപമൊക്കെ ആകെ മാറി, പുറത്തിറങ്ങാൻ പോലും മടിയായിട്ട് വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ. മാസങ്ങൾ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു ദിവസം അവർക്ക് തോന്നി മനസ്സിൽ, എന്തായാലും ഞാൻ മരിക്കും, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് മരിച്ചുകൂടാ എന്നൊരു തോന്നൽ മനസ്സിൽ സ്വയം തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഡാൻസ് തന്നെയാണ്. നർത്തകിയാണല്ലോ. അപ്പോൾ അവർ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. നൃത്തം എന്ന് പറയുന്ന മഹിഷാസുരമർദ്ദിനിയാണ് അവർ എടുത്തിട്ടുള്ള ആ ഒരു തീം. ആ ഒരു മഹിഷാസുരമർദ്ദിനി എന്നുള്ള ആ ഒരു നൃത്തമാണ് അവർ കളിക്കാൻ തുടങ്ങിയത്. റൂം അടച്ചിട്ട് അവർ ഒറ്റയ്ക്ക് പാട്ട് വെച്ച് അവർ സ്വയം കളിച്ചു. ആരും കാണാനില്ലാതെ അവർ സ്വയം കളിക്കാൻ തുടങ്ങി. അപ്പോൾ മഹിഷാസുരമർദ്ദിനി എന്ന് പറയുന്ന മഹിഷാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനാണ്. ആ അസുരനെ ദേവി വധിച്ചിട്ട് ആ അസുരൻ്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സങ്കല്പം. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് ഇവർ നൃത്തം ചെയ്തത്. അപ്പോൾ നൃത്തം ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, അവരുടെ മനസ്സിൽ ആരും പറഞ്ഞു കൊടുത്തല്ല, സ്വയം തോന്നിയ ഒരു കാര്യമാണ്. ആ ഒരു അസുരനെ അവരുടെ ക്യാൻസറായിട്ട് കണ്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അമർത്തി ചവിട്ടി നൃത്തം ചെയ്തു. അങ്ങനെ ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വയം അവർ മരുന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടും അവരുടെ ശരീരത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു. അവർ കാണാനൊക്കെ നല്ല ഭംഗി വെച്ച് തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അവർ പിന്നെയും നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീട് അവർ ആ ഒരു ക്യാൻസറിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തയായി എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒരു കാര്യം. അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഞാൻ കേട്ടറിഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ അവർ ക്യാൻസർ എന്ന ആസുരനെ ചവിട്ടിക്കൊന്ന് ഇല്ലാതാക്കി അവർ സ്വയം. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ അതാണ് ആ ഒരു കഥയല്ല, നടന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏതവസ്ഥയിലാണെങ്കിലും അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അയ്യോ എനിക്ക് വയ്യ, അയ്യോ എനിക്ക് വേദനയാവണം, വേദന ഉണ്ടാകും. അപ്പോഴും എനിക്ക് വേദനയാവുന്നതെന്ന് പിന്നെയും പറയുമ്പോൾ അത് ഡബിൾ എഫക്റ്റാണ് ചെയ്യുന്നത്. വേദന ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ മനസ്സിലേക്കും കൂടെ കൊടുക്കുകയാണ് വേദന എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും ഡബിൾ എഫക്റ്റാണ്. അത് കൂടുതലായിട്ട് കൂടി വരാനേ സാധ്യതയുള്ളൂ. കുറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്ക് ഡാൻസ് ഒന്നും കളിക്കാനൊന്നും പറ്റില്ല. നർത്തകർക്കൊക്കെ അവർക്ക് ഡാൻസ് കളിക്കാം, ചെയ്യാൻ പറ്റുന്ന എന്താ ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? വെറുതെ ഇരുന്ന് ടി വി കാണാൻ ഇഷ്ടമാണെങ്കിൽ ടി വി കാണാൻ. അപ്പോൾ ടി വി കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്നും കാണരുത്. സെന്റിമെന്റൽ മൂവീസും ത്രില്ലർ മൂവീസ്, ഹൊറർ മൂവീസ്, ഇങ്ങനത്തെയുള്ള മനസ്സിനെ ഒന്ന് ഉലയ്ക്കുന്ന തരത്തിലുള്ള സിനിമകളൊന്നും കാണരുത്. എസ്പെഷ്യലി ന്യൂസ് ചാനൽസ് കാണുകയും ചെയ്തത്. കാരണം അതിൽ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അതൊക്കെ നമ്മുടെ മനസ്സിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോമഡി മൂവീസ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ പല ചാനൽസിലും സിനിമകളുടെയൊക്കെ ക്ലിപ്പിംഗ്സ് ഉണ്ടാവില്ല, കോമഡി ക്ലിപ്പിംഗ്സ്, അതൊക്കെ എടുത്ത് കണ്ടിരുന്ന് ചിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബീൻ്റെ സിനിമകളൊക്കെ എടുത്തിരുന്ന് കണ്ടിരുന്ന് ചിരിക്കും. പഴയ കാർട്ടൂണൊക്കെ ഉണ്ടാവുമല്ലോ മിസ്റ്റർ ബീൻ്റെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ടാലും മടുക്കാത്ത കുറേ കാർട്ടൂൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചിരിക്കാം. നമ്മൾ ഉള്ളിൽ തുറന്ന് അങ്ങ് ചിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ഒരു കാര്യമില്ലാതെ ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട്
ചിരിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം വായിച്ച് അറിഞ്ഞപ്പോഴാണ്. ബ്രെയിൻ ട്യൂമർ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ചാർലി ചാപ്ലിൻ്റെ ഫിലിംസ് അതിൻ്റെ കാസറ്റുകൾ എടുത്തിരുന്നിട്ട് ദിവസം മുഴുവനും അദ്ദേഹം അത് കണ്ടിരുന്ന് ചിരിക്കും. ചിരിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ട്യൂമറിനെ ഇല്ലാതാക്കി. കൂടെ മരുന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വായിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. മിസ്റ്റർ ബീൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ട് ചിരിച്ച് അങ്ങനെ ദിവസവും കഴിയുന്നത്രയും സമയം നമ്മൾ ചിരിക്കാനായിട്ടും സന്തോഷിച്ചിരിക്കാനായിട്ടും ശ്രമിക്കുക. കാരണം വേദനയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മിസ്റ്റർ ബീൻ്റെ സിനിമകൾ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം. ഇഷ്ടമുള്ള കാര്യം എന്താണോ അതൊക്കെ ചെയ്യാം. വായിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വായിക്കാം. അതും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബുക്കുകൾ മാത്രം വായിക്കുക. പിന്നെ വിശ്വസിക്കുക, ഞാൻ പൂർണ്ണമായും ഭേദമാകും, റിക്കവർ ആവും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും എന്നുള്ള കാര്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, എത്രയോ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കമൻറ്റുകളിലൂടെ. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എത്ര തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് എനിക്ക്. കാരണം ഒരു മോളെപ്പോലെ അല്ലെങ്കിൽ ചേച്ചിയെപ്പോലെ അനിയത്തിയെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം അമ്മയെപ്പോലെയൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കൂസ്റ്റൻ ഫാമിലിയിൽ. അപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും നല്ല ഹാപ്പിയാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.